ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. വെൽക്കം ടു എസ് എസ് അക്കാഡമി. ഇന്ന് നമ്മൾ സ്റ്റേറ്റ് സിലബസിന്റെ 11th സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള മധുരതു എന്ന കവിതയുടെ ക്വസ്റ്റ്യൻ ആൻസർ എക്സ്പ്ലനേഷനിലേക്കാണ് കിടക്കുന്നത്. ഓൾറെഡി ഞാൻ ഈ ഒരു പോയം എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും ആ ക്ലാസ് കാണാത്തവർ ആ ക്ലാസ് ആദ്യം കാണുക, മനസ്സിലാക്കുക, അതിനുശേഷം ക്വസ്റ്റ്യൻ ആൻസർ എക്സ്പ്ലനേഷനിലേക്ക് വരിക. അതായിരിക്കും നിങ്ങൾക്ക് കുറച്ചും കൂടി ഹെൽപ്ഫുള്ളായി വരിക. ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നേക്കുന്ന ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. സൂഖേ തിൻകോ സെ ക്യാ താത്പര്യ ഹൈ? ഈ കവിതയിൽ സൂഖേ തിൻകോ എന്ന വാക്ക് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ വാക്ക് ഈ കവിതയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു വാക്കിലൂടെ എന്താണ് അർത്ഥമാക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് കവി ഈ വാക്കിലൂടെ ഉദ്ദേശിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇതിന്റെ ആൻസർ ഞാൻ പറഞ്ഞു തരാം. ആവശ്യമുള്ളവർക്ക് എഴുതിയെടുക്കാം, യൂസ്ഫുൾ ആയിരിക്കും. അതിനുശേഷം ഡീപ്പായിട്ട് ഞാൻ ഇതിന്റെ മീനിങ് മലയാളത്തിൽ പറഞ്ഞു തരാം. सूखे तिनकों से क्या तात्पर्य है? सूखे तिनके का शाब्दिक अर्थ है सूखे घास का टुकड़ा. वसंत ऋतु के हरियाली में सूखे पत्तों को कोई स्थान नहीं है. सूखे तिनके शब्द यहाँ प्रेम विहीन लोगों को सूचित करते हैं, अर्थात जीवन में निराश होकर जीने वालों को कवि यहाँ ऐसे कहा गया है. ഓക്കെ, അപ്പോൾ കവി ഈ ഒരു പദ്യത്തിൽ അല്ലെങ്കിൽ ഈ ഒരു കവിതയിൽ സൂഖേ തിൻകോ എന്ന വാക്കുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് ചോദ്യം. കവി ഈ കവിതയിലൂടെ ഉദ്ദേശിക്കുന്ന ഈ ഒരു വാക്ക്, അതായത് ഈ കവിതയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഈ ഒരു വാക്കിന്റെ ശാബ്ദികമായിട്ടുള്ള അർത്ഥം, അതായത് ആ ഒരു വാക്കിന്റെ അർത്ഥം എന്ന രീതിയിൽ നോക്കുകയാണെങ്കിൽ സൂഖേ തിൻകെ എന്ന് പറഞ്ഞാൽ സൂഖേ ഘാസ് കാ ടുക്കട, അതായത് ഉണങ്ങിയ പുല്ലുകളിലെ ഒരംശം, അതിനെയാണ് സൂഖേ തിൻകെ എന്ന് പറയുന്നത് വാക്കിന്റെ അർത്ഥം എന്ന രീതിയിൽ നോക്കുകയാണെങ്കിൽ. അതല്ലാതെ കവി ഉദ്ദേശിക്കുന്ന രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വസന്ത് ഋതുക്കെ ഹരിയാലിമേം സൂഖേ പത്തൂങ്കു കോയി സ്ഥാൻ നഹി ഹൈ. വസന്ത് ഋതുവിന്റെ ആ ഒരു പച്ചപ്പ് നിറഞ്ഞിട്ടുള്ള ആ ഒരു അന്തരീക്ഷത്തിൽ, അല്ലെങ്കിൽ ആ ഒരു പ്രകൃതിയിൽ ഉണങ്ങിയ പുൽനാമ്പുകൾക്ക് യാതൊരു സ്ഥാനവുമില്ല. സൂഖേ തിൻകെ ശബ്ദ്, ഈ ഉണങ്ങിയ പുൽനാമ്പുകൾ എന്ന ഈ ഒരു വാക്ക് പ്രേം വിഹീന ലോകോങ്കോ സൂചിത് കർത്തേ ഹൈ, അതായത് പ്രേം വിഹീൻ അല്ലെങ്കിൽ സ്നേഹ തിരിച്ചറിയാൻ കഴിയാത്ത, അല്ലെങ്കിൽ സ്നേഹിക്കാൻ അറിയാത്ത ആൾക്കാരെയാണ് ഈ ഒരു വാക്കിലൂടെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ ജീവൻ മേ നിരാശ് ഹോക്കർ ജീനെ വാലോങ്കോ കവി യഹാ ऐसा कहा गया है. ജീവിതത്തിൽ എപ്പോഴും നിരാശ മാത്രം നിറഞ്ഞു ജീവിക്കുന്ന അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്ന് പറയുന്നത് സ്നേഹിക്കാൻ അറിഞ്ഞൂടാത്ത ആൾക്കാരായിരിക്കും എപ്പോഴും നിരാശരായി പോകുന്നത്, അല്ലെ? അല്ലാതെ നമ്മുടെ ചുറ്റും നമുക്ക് കൂടെ നിന്ന് രണ്ടുപേര് അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർ നമ്മളെ കുറിച്ച് ആലോചിക്കാനും നമുക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാനും സ്നേഹിക്കാനും ആളുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അത്രത്തോളം നിരാശയിലോട്ട് ആണ്ടു പോകത്തില്ല. അപ്പോൾ നിരാശ, ജീവിതത്തിൽ നിരാശ നിറഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ആൾക്കാരെ ആയിരിക്കാം കവി അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, പ്രേം വിഹീനമായിട്ടുള്ള ആൾക്കാരെയാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. അർത്ഥാത് അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും കണക്കാക്കാം, ജീവിതത്തിൽ കൂടുതൽ നിരാശരായി ജീവിക്കുന്ന ആൾക്കാരെ കവി ഈ ഒരു വാക്കിലൂടെ അവിടെ ചിത്രീകരിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ ഉദ്ദേശിച്ചിരിക്കുകയാണ്. കവിയെ ഈ വാക്കിലൂടെയാണ് അവിടെ ഇവരെയാണ്, അല്ലെങ്കിൽ ജീവൻ में निराश होकर जीने वालों को कवि उस शब्द से कहा गया है. ठीक है, नेक्स्ट क्वेश्चन. उषा शब्द किन किन की ओर इशारा करता है? उषा शब्द किन किन की ओर इशारा करता है? ഉഷ എന്ന ഈ ഒരു വാക്ക് ഏതൊക്കെ കാര്യങ്ങളിലേക്കാണ്, അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളിലേക്കാണ് നമ്മുടെ ദൃഷ്ടി അല്ലെങ്കിൽ നമ്മുടെ ഒരു ശ്രദ്ധ ആകർഷിക്കാൻ ശ്രമിക്കുന്നത്? ഇഷാര കർത്താ ഹെ, സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ വിരൽ ചൂണ്ടുന്നത്. यहाँ उषा शब्द का प्रयोग लाल कुसुम और प्रेमिका की ओर संकेत करता है. लाल कुसुम और प्रेमिका की ओर संकेत करता है. कवि के छोटे संसार में लाल फूल की तरह, अर्थात जीवन में सौंदर्य की लालिमा फैलाकर पूरब से उषा रूपी प्रेमिका आएगी. यहाँ ഉഷ എന്ന് പറയുന്ന ഈ ഒരു വാക്കിലൂടെ കവി പ്രയോഗത്തിലൂടെ ലാൽ കുസും, ചുവന്ന പൂക്കളെയും അതുപോലെ പ്രേമികയുമാണ് കൂടുതലായി കവി ഉദ്ദേശിച്ചിരിക്കുന്നത്.
അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ ഈ ഒരു ചെറിയ ലോകത്തിലേക്ക്, അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് സൗന്ദര്യത്തിന്റെ ഒരു ചുവപ്പ് നിറം വിടർത്തിക്കൊണ്ട്, വീശിക്കൊണ്ട്, അല്ലെങ്കിൽ പരത്തിക്കൊണ്ട്, ആ ഒരു പ്രകാശം പരത്തിക്കൊണ്ട് പുറബ് സെ, കിഴക്ക് ഭാഗത്തു നിന്നും സൂര്യൻ ഉദിച്ച് വന്നെത്തിയിരിക്കുകയാണ്. ആരെ പോലെ? സ്വന്തം പ്രേമികയായി. ഓക്കെ, അതല്ലെങ്കിൽ നമുക്ക് പറയാം നई आशाओं और प्रतीक्षाओं से रहने वालों की ओर इशारा करता है. ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നത് കവിയുടെ ഈ ഒരു കവിതയിലൂടെ ഉദ്ദേശിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയ അർത്ഥത്തിലൂടെ പറയുകയാണെങ്കിൽ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഉഷാ ശബ്ദ കാ പ്രयोग ലാൽ കുസും और പ്രേമിക की ओर संकेत करता है. ലാൽ കുസുമിനെയും അതുപോലെ തന്നെ പ്രേമികയിലേക്കുമാണ് ഇത് വിരൽ ചൂണ്ടുന്നത്, അല്ലെങ്കിൽ ഇത് ഉദ്ദേശിക്കുന്നത് അതിലേക്കാണ്. പിന്നെ കവിയുടെ ചെറിയ ലോകത്തിലേക്ക് എപ്പോഴും വളരെയധികം ചുവന്ന പ്രകാശം പരത്തിക്കൊണ്ട് ഒരു സൂര്യനെ പോലെ, സൂര്യകിരണങ്ങളെ പോലെ നമ്മുടെ പ്രേമിക എത്തിച്ചേർന്നിരിക്കുകയാണ് എന്ന് നമുക്ക് പറയാം. അതർവൈസ് ഇതിന്റെ ഒരു കറക്റ്റ് ഇന്നർ മീനിങ് ആയിട്ട് നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ നई आशाओं और प्रतीक्षाओं से रहने वालों की ओर इशारा करता है. ഉഷ എന്ന് പറയുന്നത് പുതിയ ആഗ്രഹങ്ങളോടും അതുപോലെ തന്നെ പ്രതീക്ഷയോടും കൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന, അല്ലെങ്കിൽ ജീവിക്കുന്ന ആൾക്കാരിലേക്കാണ് ഈ ഒരു വാക്ക് ചെന്നെത്തി നിൽക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇനി അനുവർത്തിക്കാരിയിലേക്ക് കടക്കാം. രണ്ട് ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് ടെക്സ്റ്റിൽ തന്നിട്ടുള്ളൂ. വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. പിന്നീട് ഈ ഒരു ടെക്സ്റ്റ്, ഒരു ചാപ്റ്റേഴ്സ് റിലേറ്റഡ് ആയിട്ട് നമുക്കൊരു ഇതുവരെ വന്ന ക്വസ്റ്റ്യൻസും എങ്ങനെയൊക്കെയാവാം എന്നൊക്കെ ഉള്ളത് നിങ്ങളുടെ എക്സാം റിലേറ്റഡ് ചെയ്ത, അല്ലെങ്കിൽ എക്സാം അടുപ്പിച്ച് ഞാനൊരു ക്ലാസ് ഉറപ്പായിട്ടും എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും സ്റ്റാൻസ എക്സ്പ്ലനേഷൻസും ഒക്കെ ഉൾപ്പെടുത്താം. ഓക്കെ, अनुवर्ती कार्य. छायावाद में कवि कोमल पदावलियों का प्रयोग करते थे. निम्नलिखित शब्दों के स्थान पर कविता में प्रयुक्त शब्द छान कर लिखे. ഛായാവാദ് മേ കവി കോമൽ പദാവലിയുടെ പ്രയോഗം ചെയ്തിട്ടുണ്ട്. ഛായാവാദിലെ പ്രത്യേകതയാണ്. അപ്പോൾ നിമ്നലിഖിത ശബ്ദം, നിങ്ങൾക്ക് താഴെ കുറച്ച് വാക്കുകൾ തന്നിട്ടുണ്ട്. ഈ വാക്കിനെ കവിതയിൽ, ഈ വാക്കിന്റെ അർത്ഥം വരുന്ന ഏതൊക്കെ വാക്കുകളാണ് കവിതയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളത് കണ്ടുപിടിച്ച് എഴുതുക എന്നുള്ളതാണ്. തെരഞ്ഞുപിടിച്ച് എഴുതുക. ചാൺകർ ലിഖന, അന്വേഷിച്ച് തെരഞ്ഞുപിടിച്ച് എഴുതുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഏതൊക്കെ വാക്കുകളാണെന്ന് നമുക്കൊന്ന് നോക്കാം. വസന്ത്. वसंत काल को इस कविता में क्या नाम दिया गया है? मधु ऋतु. ओके, वसंत എന്ന് പറയുമ്പോൾ മധു ഋതു. मौसम കാലം, ഋതു. ഭൂമി വസുധ, ഭൂമിക്ക് വേണ്ടി, ഭൂമി എന്ന അർത്ഥത്തിൽ ഈ കവിതയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള വാക്ക് ഏതാണ്? വസുധ. ആകാശ്, നഭ്. കവിതയിൽ ആകാശം എന്ന അർത്ഥത്തിന്, അല്ലെങ്കിൽ ആകാശ് എന്ന അർത്ഥം വരുന്ന വാക്കാണ് നഭ്. ജംഗൽ, ഝാർഖണ്ഡ്. ശിശിർ, പതച്ഛട്. ഞാൻ പറഞ്ഞിരുന്നല്ലോ, നമ്മുടെ ശിശിരകാലത്തിനെ പതിച്ചട് എന്ന് പറയും. ഇല പൊഴിയുന്ന ആ ഒരു കാലം, അതല്ലേ ശിശിരകാലം. അപ്പോൾ പതിച്ചട് എന്നാണ് ശിശിരകാലമായി, അല്ലെങ്കിൽ ശിശിരകാലം എന്ന അർത്ഥമാക്കുന്ന വാക്കായി ഈ കവിതയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പതിച്ചടാണ്. ഓക്കെ. കലി, അങ്കുർ. കലി എന്നുള്ളതിന് അർത്ഥം മൊട്ടെന്നാണ്. നമ്മുടെ ഈ കവിതയിലെ കവി ഉൾപ്പെടുത്തിയിരിക്കുന്ന വാക്ക് അങ്കുർ എന്നാണ്, മൊട്ടിന്. ഓക്കെ. കിസല എന്ന് പറഞ്ഞാൽ പല്ലവ്. കിസലയ പല്ലവ്. മലയ സമീർ. മലയ സമീർ എന്ന് പറഞ്ഞാൽ മലയാനിൽ, മന്ദമാരുതൻ. ഓക്കെ, മലയ സമീർ എന്ന വാക്കിനർത്ഥം മന്ദമാരുതൻ, കാറ്റെന്നാണ്. നമ്മുടെ ഈ കവിതയിൽ മലയാനിൽ എന്നാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആഖ്, നയൻ, ഐസ് അല്ലെ. ഈ കവിതയിൽ നയൻ എന്നാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കമൽ, നലിൻ. കമൽ എന്ന് പറഞ്ഞാൽ താമര എന്നാണ് അർത്ഥം. ഈ കവിതയിൽ കവി നലിൻ എന്നാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പ്രഭാത്, ഉഷ, പ്രഭാത കിരണങ്ങൾ. പൂരം, പ്രാചി. പൂരം, പ്രാചി. സമുദ്ര, ജലതി. चांद, शशि. रात, निशी.
ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഈ വാക്കുകളുടെ അർത്ഥം വരുന്ന രീതിയിൽ ഈ കവിതയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള വാക്കുകൾ അല്ലെങ്കിൽ ശബ്ദവും. നിമ്നലിഖിത പങ്ക്തിയോ കാ ആശയ വ്യക്ത കീജിയെ. ഈ കവിതയുടെ ഒരു സ്റ്റാൻസയാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഈ സ്റ്റാൻസയുടെ ആശയം എന്താണെന്നുള്ളത് വ്യക്തമാക്കി എഴുതുക. അതാണ് ക്വസ്റ്റ്യൻ. इस एकांत सृजन में कोई कुछ बाधा मत डालो, जो कुछ अपने सुंदर से है दे देने दो इनको. അപ്പോൾ നമ്മൾ ഒരു ആശയം വ്യക്തമാക്കുമ്പോൾ ഈ സ്റ്റാൻസ ഏത് കവിതയിലാണ്, ആരാണ് ആ കവി എന്നുള്ളത് നമ്മൾ വ്യക്തമാക്കണം. ടിപ്പണി എഴുതുമ്പോൾ അത്രയും ഡീറ്റെയിൽ ആയിട്ട് എഴുതണമെന്നില്ല, എന്നാൽ പോലും കവി ആരാണെന്നും ഏത് കവിതയുടെ അംശമാണ്, ഏത് കവിതയിൽ നിന്ന് എടുത്തിട്ടുള്ള ഭാഗമാണ്, പങ്ക്തിയാണെന്നുള്ളത് നമ്മളൊന്ന് മെൻഷൻ ചെയ്യണം. ഓക്കെ, അപ്പൊ ഞാനത് പറയാം, ആവശ്യമുള്ളവർക്ക് എഴുതിയെടുക്കാം. जयशंकर प्रसाद द्वारा लिखित मधु ऋतु कविता में वसंत ऋतु के मनमोहक चित्र कवि ने प्रस्तुत किए हैं. वसंत के आगमन पर प्रकृति सुंदर और हरी भरी दिखाई दे रही है. यह मधुमय वातावरण सबको आकर्षक लगता है. कवि कह रहे हैं, वसंतकालीन वातावरण प्रेमियों के लिए सबसे प्रिय है. प्रेमियों के मिलन इस मधुमय वातावरण में हो रहा है. उनके सृजन कार्य में किसी को भी बाधा उपस्थित नहीं करनी है. मतलब प्रेमियों के मधुमय जीवन में हमें किसी प्रकार का बाधा नहीं डालना है. साथ ही अपने में जो कुछ सुंदर है उसे इन प्रेम युग्मों को देना है और उनके जीवन को सुखमय बनाना है. ഓക്കെ, ഇനി എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞുതരാം. അപ്പോൾ ഇത് ജയശങ്കർ പ്രസാദ് ജിയുടെ മധുരിധു എന്ന കവിതയിലെ ഒരു ഭാഗമാണ്, ഒരു പങ്ക്തിയാണ്. ഇതിൽ വസന്ത ഋതുവിനെ വളരെ മോഹിപ്പിക്കുന്ന തരത്തിൽ ചിത്രീകരിച്ചുകൊണ്ടുള്ള കവിയുടെ ഒരു വർണ്ണനാ ഭാഗമാണിത്. ഇതില് കവി എന്താണ് പറഞ്ഞിരിക്കുന്നത്? വസന്തകാലത്തിന്റെ ആഗമനത്തിൽ പ്രകൃതി വളരെയധികം മനോഹരിയാകുന്നു, അതുപോലെ തന്നെ പച്ചപ്പ് നിറഞ്ഞതായി തീരുന്നു. ആ ഒരു മധുമയ വാതാവരണം എന്ന് പറയുമ്പോൾ എല്ലാവരെയും ആകർഷിക്കുന്ന തരത്തിലുള്ള ആ ഒരു അറ്റ്മോസ്ഫിയർ, ചുറ്റുപാടില് എല്ലാവരും എന്താണ് ആഗ്രഹിക്കുന്നത്? ഈ ഒരു പ്രകൃതിയെ എല്ലാവരും ആഗ്രഹിക്കുന്നു. ആരും ആഗ്രഹിക്കാതിരിക്കുന്നില്ല ഇത്രയും മനോഹരിയായിട്ടുള്ള ആ ഒരു ചുറ്റുപാടിനെ. കവി കഹരഹേ, കവിയുടെ പറഞ്ഞിരിക്കുന്നത് വസന്തകാലത്തിലെ ഈ ഒരു വാതാവരണം എന്ന് പറയുന്നത് പ്രേമിയോങ്കിലിയെ, പ്രേമികളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രിയപ്പെട്ട ഒരു സമയമാണ്. അങ്ങനെ ഈ പ്രേമികളുടെ ഇടയിലുള്ള ആ ഒരു മിലൻ, കൂടിച്ചേരലിൽ കൂടിച്ചേരലാണ് ഈ ഒരു മധുമയ വാതാവരണമേം ഹോ രഹി ഹെ. ആ ഒരു പ്രേമികളുടെ ഇടയിലുള്ള ഒരു കൂടിച്ചേരലാണ് ഇത്രയും മനമോഹകമായിട്ടുള്ള ഈ ഒരു വാതാവരണം, ഈ ഒരു ചുറ്റുപാടിൽ സംഭവിക്കുന്നത്. ആ ഒരു സമയത്ത് എന്ത് ചെയ്യാൻ പാടില്ല? ഇതിൽ നമ്മൾ യാതൊരു തരത്തിലുള്ള തടസ്സവും വരുത്താൻ പാടില്ല. പകരം എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്? അവരുടെ ജീവിതത്തിൽ യാതൊരു തരത്തിലും തടസ്സം വരുത്താൻ പാടില്ല. അതിലുപരി നമ്മളിൽ എന്താണോ സുന്ദരമായിട്ടുള്ളത് അതുകൂടി അവർക്ക് നൽകുക. അതിലൂടെ അവരുടെ ജീവിതം കൂടുതൽ സുഖകരമായി മാറട്ടെ എന്നാണ് കവി ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. ഓക്കെ, निम्नलिखित ഛായാവാദി പ്രവൃത്തിയോं को सूचित करने वाली पंक्तियां लिखें. നമ്മൾ തുടക്കത്തിലേ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഛായാവാദി പ്രവൃത്തികൾ മൊത്തത്തിൽ എല്ലാ അർത്ഥത്തിലും പൂർണ്ണമായും നമുക്ക് ഈ ഒരു കവിതയിൽ കാണാൻ പറ്റും. അപ്പോൾ അതിൽ 4 പ്രവൃത്തികളാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഈ 4 പ്രവൃത്തികളെയും സൂചിപ്പിക്കുന്ന തരത്തിലുള്ള വരികൾ അല്ലെങ്കിൽ സൂചിപ്പിക്കുന്ന തരത്തിലുള്ള വരികൾ നമ്മൾ ഈ ഒരു കവിതയിൽ നിന്ന് കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, പ്രകൃതി ചിത്രം, പ്രകൃതി വർണ്ണന, സൗന്ദര്യ വർണ്ണന, മാനവീകരൺ, അതായത് മനുഷ്യത്വ ആരോപണം ചെയ്തിട്ടുള്ള ലെവലിലുള്ള വരികൾ, പ്രേമാനുഭൂതി, പ്രേമത്തിന്റെ ആ ഒരു അനുഭൂതി ലഭിക്കുന്ന തരത്തിലുള്ള വരികൾ. ഈ 4ആയിട്ട് ഡിവൈഡ് ചെയ്ത് നമ്മൾ ഈ കവിതയിൽ നിന്ന് തിരിച്ചെഴുതാനാണ് പറഞ്ഞേക്കുന്നത്. ഞാനൊന്ന് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് പറഞ്ഞു പോവാം. ഓക്കെ, പ്രകൃതി ചിത്രം, പ്രകൃതി വർണ്ണന പറഞ്ഞേക്കുന്നത് എവിടെയൊക്കെയുണ്ട്? ഝാർഖണ്ഡ് കെ ചിരുപത് ചടമേ, ഝാർഖണ്ഡ് കെ ചിരുപത് ചടമേ, വനം പ്രകൃതിയായിട്ട് ചുറ്റപ്പെട്ട് കിടക്കുന്നതാണ്. അവിടുത്തെ ഇല പൊഴിയുന്ന കാലത്തിലേക്ക്, അപ്പൊ പ്രകൃതിയെ വർണ്ണിച്ചുകൊണ്ടാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ ആശാസെ അങ്കൂർ ചൂലേക്ക്, ആഗ്രഹങ്ങൾ കൊണ്ട് മുട്ടുകൾ ഊഞ്ഞാലാടുന്നു. പിന്നെ എന്തുണ്ട്? പല്ലവ് പുളകിത് ഹോകെ, തളിരിലകൾ പുളകിതരാകുന്നു. മലയാനിൽ കി ലഹരി, മന്ദമാരുതന്റെ അലകൾ. ജവാ കുസുംസി ഉഷാഖിലേകി, അതായത് ചുവന്ന പൂക്കൾ പോലെ പ്രഭാതം ഉദിച്ചുയരുന്നു അല്ലെങ്കിൽ സൂര്യൻ ഉദിച്ചുയരുന്നു. ഇതൊക്കെ പ്രകൃതി വർണ്ണനകളാണ് ഈ കവിതയിലെ.
അടുത്ത സൗന്ദര്യ വർണ്ണനകൾ ഏതൊക്കെയാണെന്ന് നോക്കിയാൽ ഹസി ഭരേ ഉസ് അരുണ അഥർ കാ രംഗ് രാഗേക ദിൻകോ, ചിരിച്ചുകൊണ്ടുള്ള ആ ഒരു സുന്ദരമായിട്ടുള്ള ആ കവിളുകളിൽ നിന്നുള്ള ആ ഒരു നിറങ്ങൾ എന്ത് ചെയ്യും, ദിവസം പൂർണ്ണമായും കളർഫുൾ ആക്കി മാറ്റുന്നു. അത് സൗന്ദര്യ വർണ്ണനയാണ്. പിന്നെ അന്ധകാർ കാ ജൽദി ലാഖ് കർ ആവേഗി ശശികിരണേ, അല്ലെ, ഇരുട്ടിനെ കീറി മുറിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇരുട്ടെന്ന സമുദ്രത്തെ കീറി മുറിച്ചുകൊണ്ട് ചന്ദ്രകിരണങ്ങളുടെ ആഗമനം, അതും സൗന്ദര്യ വർണ്ണനയാണ്. പിന്നെ ജവാ കുസും സി ഉഷാക്കിലേക്ക്, അല്ലെ, അതായത് ചുവന്ന പൂക്കൾ പോലെയുള്ള ആ ഒരു പ്രഭാതത്തിന്റെ ഉദയം, അതും സൗന്ദര്യ വർണ്ണനയുമാണ്, പ്രകൃതി വർണ്ണനയുമാണ്. രണ്ടിലും ആ ഒരു ലൈൻ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അടുത്ത മാനവീകരണില് പറയുകയാണെങ്കിൽ മനുഷ്യത്വാരോപണം ചെയ്യുന്ന രീതിയിൽ പറഞ്ഞിരിക്കുന്നത് നോക്കിയ പ്രകൃതിയെ മനുഷ്യത്വാരോപണം ചെയ്ത് പറഞ്ഞിരിക്കുന്ന വരികളുണ്ട്. ശിഖർ ഭരി കാമ്പത്തി ആവേഗി, അതായത് രോമാഞ്ച പുളകിതനായി വിറച്ചു കൊണ്ടുവരുന്നു. അത് ഒരു കാറ്റിനെ അങ്ങനെ ചിത്രീകരിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്നതാണ്, അല്ലെ, മനുഷ്യനാണ് അങ്ങനെ വരാൻ സാധിക്കുന്നത്. ചുംബൻ ലേക്കർ ആർ ജഗാക്കർ, ചുംബനം നൽകിക്കൊണ്ട് ഉണർത്തിക്കൊണ്ട്, അതും മനുഷ്യത്വാരോപണം ചെയ്തിരിക്കുകയാണ്. അന്തരീക്ഷ ചിടുക്കേക കണുകണം, അന്തരീക്ഷം തളിക്കുന്നു, എന്ത്, ഓരോ കണങ്ങളിലും ഓരോ അംശങ്ങളിലും അന്തരീക്ഷം തളിക്കുന്നു, എന്ത്, ഹിമകണോ, അല്ലെ, മഞ്ഞുതുള്ളികൾ തളിക്കുന്നു, അതും മാനവീകരണം ചെയ്തിരിക്കുകയാണ്. അന്തരീക്ഷം അങ്ങനെ തളിക്കുന്നു എന്നുള്ള ലെവലിൽ വരത്തില്ല, നമ്മൾ ചെയ്യുന്നതേ വരത്തുള്ളൂ, അല്ലെ, മനുഷ്യനായിട്ട് ചെയ്താലേ അതിൽ തളിക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ മനുഷ്യത്വാരോപണം ചെയ്തിട്ടുണ്ട്. झारखंड के चिरपदछड़ में भागो सूखे तिनको, अല്ലെ, सूखे तिनको कहाँ भागना चाहिए, झारखंड के चिरपदछड़ में भागना चाहिए, നിങ്ങൾ ആ വനത്തിലെ ആ ഇലപൊഴിയുന്ന ഭാഗത്തേക്ക് ഓടിപ്പോകുക എന്ന് പറയുകയാണ് സൂഖേ തിൻകെ. അവിടെ മാനവീകരണമാണ് ചെയ്തിരിക്കുന്നത്, മനുഷ്യത്വാരോപണം ചെയ്തിരിക്കുകയാണ്. ഒരിക്കലും ഒരു പുൽനാമ്പിന് അല്ലെങ്കിൽ ഉണങ്ങിയ പുൽനാമ്പിന് ഓടിപ്പോകാൻ പറ്റുമോ, ഇല്ല, അവിടെ മനുഷ്യത്വാരോപണമാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അടുത്ത പ്രേമാനുഭൂതി തരുന്ന രീതിയിലുള്ള വാക്കുകൾ ഏതൊക്കെയാണ്, ഒരുപാടുണ്ട്. ഇപ്പം പറഞ്ഞതിൽ തന്നെ പലതും നമുക്ക് അതിനോട് മിക്സ് ചെയ്യാൻ പറ്റും. ഞാൻ പറയാം. ആശാസെ അങ്കൂർ ചൂലെങ്കിൽ, ആഗ്രഹങ്ങൾ കൊണ്ട് മുട്ടുകൾ ഊഞ്ഞാലാടുന്നു, അത് പ്രേമാനുഭൂതിയാണ്. ചുംബൻ ലേക്കർ ഓർ ജഗാക്കർ, ചുംബനം നൽകിക്കൊണ്ട് ഉണർത്തിക്കൊണ്ട്, അതൊക്കെ പ്രേമാനുഭൂതി ഉണർത്തുന്ന തരത്തിലുള്ള വരികളാണ്. മലയാനിൽ കി ലഹരി, മന്ദമാരത്തിന്റെ ആ ഒരു അലകളുടെ സ്പർശനം. സിഹർ ഭരി കാമ്പത്തി ആവേഗി, രോമാഞ്ച പുളകിതനായിട്ടുള്ള വിറച്ചുകൊണ്ടുള്ള വരവ്. പല്ലവ് പുളകിത് ഹോകി, തളിരിലകൾ പുളകിതരാകുന്നത്. മാനസ നയന നലിൽക്കോ, നയനം രൂപിയായിട്ടുള്ള കമൽ രൂപിയായിട്ടുള്ള താമര രൂപിയായിട്ടുള്ള നയനങ്ങൾ, അതൊക്കെ പ്രേമാനുഭൂതിയാണല്ലേ, പ്രേമത്തിന്റെ ആ ഒരു അനുഭൂതി ഉളവാക്കുന്ന തരത്തിലുള്ള വരികളാണ് ഇതെല്ലാം. ഓക്കെ, ഇത് ഇത്രയാണ് നിങ്ങൾക്ക് ഈ ഒരു കവിതയിൽ ഈ ഒരു 4 ഛായാവാദി പ്രവൃത്തി റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഇതിനെ സൂചിപ്പിക്കുന്ന തരത്തിൽ തന്നിട്ടുള്ളത്. ഓക്കെ, അടുത്തതാണ് നമ്മുടെ മെയിൻ പാർട്ട്, കവിതാക്കി ആസ്വാദൻ ടിപ്പണി ലിഖി. ഒരു കവിതയ്ക്ക് അത്യാവശ്യം നമ്മൾ പഠിച്ചു വെച്ചേക്കേണ്ട ഒരു കാര്യമാണ് ആസ്വാദൻ ടിപ്പണി. കാരണം എക്സാമിന് ഏതിൽ നിന്ന് വേണമെങ്കിലും വരാം. മെയിനായിട്ടും നിങ്ങൾക്ക് ഈ ഒരു കവിത എന്ന് പറയുന്നത്, മധുരധു എന്ന് പറയുന്നത് ആരുടെ കവിതയാണ്, ജയശങ്കർ പ്രസാദ്ജിയുടെ കവിതയാണ്. ഛായാവാദി കവികളിൽ അഗ്രണിയായിട്ടുള്ള കവിയാണ് ജയശങ്കർ പ്രസാദ്ജി. അദ്ദേഹത്തിന്റെ ഇത്രയും നല്ലൊരു കവിത നിങ്ങൾക്ക് പഠിക്കാൻ തന്നിട്ടുണ്ടെങ്കിൽ ചാൻസസ് കൂടുതലാണ് ആ കവിതയുടെ ആസ്വാദൻ ടിപ്പണി നിങ്ങളുടെ എക്സാമിന് വരാൻ. സോ ആസ്വാദൻ ടിപ്പണി നന്നായിട്ട് മനസ്സിരുത്തി പഠിച്ച് ഉറപ്പിച്ചു വെക്കുക. അത് നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് എഴുതിയാൽ നമുക്ക് ഇടയ്ക്ക് വിട്ട് അത് കയ്യിൽ നിന്ന് പോകും. ആൻസർ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സെന്റൻസ് പോയാൽ അതിനെ കണക്ട് ചെയ്തുള്ള സെന്റൻസുകളെല്ലാം കയ്യിൽ നിന്ന് പോകും, അല്ലേ. അതുകൊണ്ട് ബൈ ഹാർട്ടിങ് സിസ്റ്റത്തിൽ അല്ലാതെ മനസ്സിലാക്കി എഴുതാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ആസ്വാദൻ ടിപ്പണി പറയാം, ആവശ്യമുള്ളവർ എഴുതിയെടുക്കുക. ഇത് തന്നെ നിങ്ങൾ ആസ്വാദൻ ടിപ്പണിയായിട്ട് ഈ ഒരു കവിത റിലേറ്റഡ് ആയിട്ടുള്ള ആസ്വാദൻ ടിപ്പണി, മധുരിതുക്കി ആസ്വാദൻ ടിപ്പണി ലിഖി എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറയുന്ന പോയിന്റ്സ് നിങ്ങൾ എഴുതിയാൽ മതി. ഓക്കെയാണ്. ഓക്കെ, ഞാൻ ആദ്യം പറയാം, അതിനുശേഷം എക്സ്പ്ലെയിൻ ചെയ്യാം. പിന്നെ അതിനു മുന്നേ ഒരു കാര്യം പറയാനുള്ളത്, ആസ്വാദൻ ടിപ്പണി നമ്മൾ ഒരു പാരഗ്രാഫ് പോലെ അല്ലെങ്കിൽ ഒരു പേജിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു പേജിന്റെ പകുതിക്ക് തുടങ്ങി അടുത്ത പേജിന്റെ പകുതിയിൽ കൊണ്ടുവന്ന് സ്റ്റോപ്പ് ചെയ്യുന്നത്, അതൊക്കെ എക്സാമിനൊരു ഒരു നല്ല രീതിയല്ല കേട്ടോ. നമ്മൾ ഒരു ആസ്വാദൻ ടിപ്പണിയൊക്കെ എഴുതുമ്പോഴത്തേക്കും ഒരു പേജിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അത് തുടങ്ങുക. ഓക്കെ, ഒരു പേജിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ തുടങ്ങുക, അതിനെ ആ രീതിയിൽ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ ശീലിക്കുക. അടുത്ത പേജിലേക്ക് കടക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെ അത് 1 പേജിന്റെ അപ്പുറം ഇപ്പുറം ആവാതെ ശ്രദ്ധിക്കുക. ഈ നോക്കുന്ന ആളിനെ പെട്ടെന്ന് നോക്കുന്ന തരത്തിലുള്ള രീതിയിലാക്കുക. ഓക്കെ, അപ്പോൾ ആസ്വാദൻ ടിപ്പണി എഴുതുമ്പോൾ എപ്പോഴും 3
പാരഗ്രാഫായിട്ട് എഴുതാൻ ശ്രമിക്കുക. ഫസ്റ്റ് പാരഗ്രാഫ് എന്ന് പറയുമ്പോൾ കവിയെക്കുറിച്ചുള്ള ഒരു ചെറിയ ഇൻട്രഡക്ഷൻ കൊടുക്കുക, കവിയുടെ ആ ഒരു രചനയുടെ ഇമ്പോർട്ടൻസ് എന്തെങ്കിലും അറിയാമെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു ചെറിയൊരു ഇത് പറയുക, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒന്ന് രണ്ട് രചനകളുടെ പേര് സൂചിപ്പിക്കുക. അങ്ങനെ കവിയെയും കവിതയും തമ്മിൽ കണക്ട് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് പാരഗ്രാഫ്. സെക്കൻഡ് പാരഗ്രാഫ്, അതായത് മെയിൻ പാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഈ കവിതയിൽ നമുക്ക് മനസ്സിലാക്കിയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയെടുത്തിട്ടുള്ള ആശയങ്ങൾ മുഴുവൻ വ്യക്തമാക്കുക. അതാണ് സെക്കൻഡ് പാർട്ട് ചെയ്യുന്നത്. അതും വെറുതെ വലിച്ചു വാരി എഴുതുന്നതിന് പകരം പോയിന്റ് ആയിട്ട് എഴുതി റെഡിയാക്കുക. ഓക്കെ. തേർഡ് പാർട്ട് എന്ന് പറയുന്നത് അതിന്റെ കൺക്ലൂഷൻ പാർട്ടാണ്. കൺക്ലൂഷൻ പാർട്ടിൽ നമ്മൾ ഇത് തന്നെ വീണ്ടും കൊണ്ട് എഴുതുകയല്ല വേണ്ടത്. സെക്കൻഡ് പാർട്ടിൽ എഴുതിയ ആശയം തന്നെ ഒന്നും കൂടെ എഴുതുകയല്ല വേണ്ടത്. ഇപ്പോൾ എന്താ പറയാ, ഇപ്പോൾ ഇതിൽ നമുക്ക് പറയുകയാണെങ്കിൽ ഛായാവാദിയുടെ എല്ലാ വിശേഷതകളും ഛായാവാദി പ്രവൃത്തികളെല്ലാം നമുക്ക് ഈ ഒരു കവിതയിൽ ഒത്തിണങ്ങി കാണാൻ സാധിക്കും എന്ന് വേണമെങ്കിൽ നമുക്ക് ലാസ്റ്റ് കൺക്ലൂഷനിൽ എഴുതാം. അതിലുപരി എന്താ പറയണേ, പ്രേം സൗന്ദര്യ की कविता है, പ്രകൃതി പ്രേം और സൗന്ദര്യ की कविता है മധുരിതു, അത് നമുക്ക് ലാസ്റ്റ് കൺക്ലൂഡിൽ ആഡ് ചെയ്യാം. പിന്നെ വേണമെങ്കിൽ മാനവീയ ചേതനാക്കി मानवीकरण किया गया है, कवि ने प्रकृति को मानवीकरण करके इस कविता में वर्णन किया गया है, അത് എഴുതാം. അപ്പൊ ഇങ്ങനെ കുറെ വാല്യുബിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഈ കവിത റിലേറ്റഡ് ചെയ്ത് പഠിച്ചു വെച്ചേക്കുന്ന കുറച്ച് കാര്യങ്ങൾ, അതൊക്കെ നമ്മൾ കുറച്ച് പഠിച്ചു വെക്കേണ്ടി വരും കേട്ടോ. എന്നിട്ട് അതിനെ കൺക്ലൂഷനിൽ എഴുതി ടീച്ചേഴ്സിനെ തൃപ്തിപ്പെടുത്തുക. ഓക്കെ. ഇപ്പൊ നിങ്ങളുടെ ഒരു ആൻസർ ഷീറ്റ് നോക്കണ എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ടിപ്പണി നോക്കുമ്പോൾ 3 പാരഗ്രാഫായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് വളരെ ഭംഗിയായിട്ട് എന്നാൽ അർത്ഥവത്തായിട്ടുള്ള രീതിയിൽ ഫസ്റ്റിൽ കവിയെക്കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ, സെക്കൻഡ് പാരഗ്രാഫിൽ അതിൻ്റെ വ്യാഖ്യ, അതായത് വിശദീകരണം, നമ്മുടെ കവിതയെക്കുറിച്ചുള്ള ആ ഒരു വ്യാഖ്യ, തേർഡ് പാരഗ്രാഫായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് കവിത ഇങ്ങനെയാണ്, ഇങ്ങനെ പ്രേം പ്രകൃതി അവർ സൗന്ദര്യക്ക് കവിതയാണ്, ഛായാവാദി വിശേഷതകളെല്ലാം ഒത്തിണങ്ങിയ ഒരു കവിതയാണ് മധുരിതു, ഇതിലൂടെ കവി ഗീതിശൈലിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ഈ ഒരു കവിത ഛായാവാദി സാഹിത്യത്തിനെ തന്നെ ഒരു അനുപമമായിട്ടുള്ള ഉപലബ്ധിയായിട്ട് നമുക്ക് കണക്കാക്കാം എന്നൊക്കെയുള്ള രീതിയിൽ നിങ്ങൾ ലാസ്റ്റ് ഒരു 2-3 പോയിന്റ് നിങ്ങൾ എഴുതി നിർത്തുകയാണെന്ന് വെച്ചോളൂ. ഒരു ടീച്ചർ എന്ന രീതിയിൽ ആദ്യം മുതൽ ഞാനിങ്ങനെ ആ ഒരു പേജ് ഇങ്ങനെ ആ ഒരു ടിപ്പണി വായിച്ച് വന്നിട്ട് ലാസ്റ്റ് നോക്കുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 3-4 പോയിന്റ്സ്. ഓക്കെ. ഒരു മനുഷ്യൻ ലാസ്റ്റ് മൊമെന്റിൽ പെട്ടെന്നുണ്ടാവുന്ന ആ ഒരു സ്ട്രൈക്ക് ആണല്ലേ, പെട്ടെന്ന് ആ ഒരു സംഭവം നോക്കുമ്പോൾ 3-4 പോയിന്റ് അത്യാവശ്യം നന്നായിട്ട് എഴുതിയിട്ടുണ്ടല്ലോ, ഓക്കെ, മാർക്ക് വീഴും. ഓക്കെ. ഇങ്ങനെ നമ്മൾ ട്രിക്സിലൂടെ നമ്മൾക്ക് മാർക്ക് വീഴുന്ന ലെവലിൽ പഠിച്ചു വയ്ക്കുക. അല്ലാതെ വെറുതെ കവിത മാത്രം വലിച്ചു വാരി എഴുതിയാൽ മാർക്ക് കിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല, മാർക്ക് കിട്ടും. എന്നാൽ ഈ ഒരു പോയിന്റ്സും കൂടെ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു അർത്ഥത്തിൽ തിട്ടപ്പെടുത്തിയ രീതിയിൽ ടിപ്പണി എഴുതുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഫുൾ മാർക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം ഞാൻ ആസ്വാദന ടിപ്പണി നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇഷ്ടമുള്ളവർക്ക് താല്പര്യമുള്ളവർക്ക് എഴുതിയെടുക്കാം. നിങ്ങൾ 11th സ്റ്റുഡൻസ് ആണ്, നിങ്ങൾക്ക് ഒരുപാട് പേർക്കും നോട്ട് കിട്ടുന്നു, അതിനെ അതേപടി പഠിക്കുന്നു, ബൈഹാർട്ട് ചെയ്യുന്നു, എക്സാമിന് എഴുതാൻ ശ്രമിക്കുന്നു, അത് നിങ്ങൾക്ക് യൂസ് ഉണ്ടാവില്ല. ഓക്കെ. ഇപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങൾ ഒരു ബുക്ക് എടുത്ത് എഴുതാൻ ശ്രമിച്ചു നോക്കൂ, അതിനെ കുറച്ചും കൂടി നന്നായിട്ട് അറിയാൻ പറ്റും. നിങ്ങൾ കേട്ട് എഴുതുകയാണ്, അപ്പോൾ കേൾക്കുന്നു, അത് എഴുതാൻ നിങ്ങൾ ശ്രമിക്കുന്നു. കണ്ടിട്ട് അതേമാതിരി ബൈഹാർട്ട് ചെയ്ത് അല്ലെങ്കിൽ കണ്ടിട്ട് കോപ്പി അടിക്കുന്ന സിസ്റ്റം അല്ല. കേൾക്കുന്നത് നമ്മൾ എഴുതാൻ ശ്രമിക്കുന്നു. അത് ഏത് ലാംഗ്വേജിലും നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും, നമുക്ക് ആ ലാംഗ്വേജ് പഠിക്കാൻ. ഓക്കെ. അല്ലെങ്കിൽ കുഞ്ഞു മക്കൾക്കൊക്കെ ഉണ്ടല്ലോ, ഒരു 8ാം ക്ലാസ്സിനൊക്കെ താഴെയുള്ള കുഞ്ഞു മക്കൾക്കൊക്കെയാണ് നമ്മൾ നോട്ടായിട്ട് കൊടുത്ത് അവർ എഴുതേണ്ടതെന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ 11th മുതൽ, നോർമലി 10th മുതൽ എങ്കിലേ നമുക്ക് സ്വന്തമായിട്ട് എഴുതാനുള്ള ആ ഒരു ലെവൽ വരണം. അത് വളരെ അത്യാവശ്യമാണ്. ഓക്കെ. അപ്പം ഞാൻ ടിപ്പണി പറയാൻ, ആവശ്യമുള്ളവർ ബുക്കും പേപ്പറൊക്കെ ആയിട്ട് ഇതിന് എഴുതിയെടുത്തോളൂ. ഓക്കെ. जयशंकर प्रसाद हिंदी साहित्य के छायावादी कवियों में अग्रणी है। उनका जन्म उत्तर प्रदेश के वाराणसी में हुआ। प्रकृति चित्रण, सौंदर्य वर्णन, प्रकृति का मानवीकरण, काल्पनिकता आदि छायावाद की सभी विशेषताएं प्रसाद जी की कविताओं में समाहित है। झरना, आंसू, लहर आदि उनकी प्रमुख रचनाएं हैं. फर्स्ट पैराग्राफ. सेकंड पैराग्राफ. शिशिर ऋतु के बाद आई वसंत के लिए कवि एक कुड़िया बनाकर उनका स्वागत करता है.
वसंत ऋतु के आगमन पर जिस प्रकार प्रकृति में हरियाली फैल जाती है, पेड़ पौधों में नए पत्ते और कलियां खिलने लगते हैं, उसी प्रकार कवि के जीवन में आशा की किरणों फैलाती हुई प्रेमिका आ गई है। वसंत के आने पर सूखे तिनकों को प्रकृति में कोई स्थान नहीं है। प्रेमहीन लोगों को भी तिनकों के समान यहाँ से दूर जाना है। रात के अंधकार को पार करके जिस प्रकार चंद्रमा की किरणें आती है, उसी प्रकार वसंत ऋतु में कवि के जीवन में सौंदर्य की लालिमा फैलाती हुई प्रेमिका आ गई है। कवि के प्रेमानुभूतियों को जगाकर चांदनी आएगी और रात के कण कण में ओस की बूंदे की वर्षा करेगी। वसंत के इस मधुमय वातावरण में कवि अपना सब कुछ प्रेमिका को दे रहे हैं। തേർഡ് പാരഗ്രാഫ്, അതായത് കൺക്ലൂഷൻ പാരഗ്രാഫ്। छायावाद की सभी विशेषताएं मध्य ऋतु में दर्शनीय है। वसंत ऋतु को प्रेमिका मानकर कवि ने प्रकृति में मानवीय चेतना का आरोप किया गया है। मध्य ऋतु गीति शैली में लिखी गई प्रेम, सौंदर्य और प्रकृति की कविता है। कोमल पदावलियों से युक्त गीति शैली में लिखी गई यह कविता छायावादी साहित्य की अनुपम उपलब्धि है। ഓക്കെ, അപ്പോൾ ഇതാണ് ടിപ്പണി. ഇത്ര എഴുതിയാൽ മതി. ഞാൻ മിഡിൽ പാരഗ്രാഫ് ഒരുപാട് വലിച്ചു നീട്ടിയിട്ടൊന്നുമില്ല, പോയിന്റ് ആയിട്ടേ കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, എന്താണെന്ന് നോക്കാം നമുക്ക്. മലയാളത്തിൽ ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞുതരാം. ഫസ്റ്റ് പാരഗ്രാഫിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ജയശങ്കർ പ്രസാദ് ഹിന്ദി സാഹിത്യത്തിലെ ഛായാവാദി കവികളിൽ അഗ്രണിയാണ്, അതായത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രമുഖനാണ്. उनका जन्म उत्तर प्रदेश के वाराणसी में हुआ था. അദ്ദേഹം ജനിച്ചത് ഉത്തർപ്രദേശിലെ വാരണാസിയിലായിരുന്നു. പ്രകൃതി ചിത്രൻ, സൗന്ദര്യ വർണ്ണൻ, പ്രകൃതി का मानवीकरण, काल्पनिकता, ഇതെല്ലാം ഛായാവാദി की सभी विशेषताएं प्रसाद जी के कविता में समाहित है. ഈ ഛായാവാദിയുടെ ഇത്തരത്തിലുള്ള പ്രകൃതി സൗന്ദര്യ, പ്രകൃതി ചിത്രൻ, സൗന്ദര്യ വർണ്ണൻ, മാനവീകരൺ, കാൽപ്പനികത, ഇതെല്ലാം ഛായാവാദിന്റെ വിശേഷതകളാണ്. ഇതെല്ലാം പ്രസാദ്ജിയുടെ കവിതകളിൽ നമുക്ക് ഒത്തൊരുമിച്ച് കാണാൻ സാധിക്കും. ഛർണ, ആസു, ലഹർ, ഇതെല്ലാം കവി പ്രസാദ്ജിയുടെ പ്രമുഖമായിട്ടുള്ള രചനകളാണ്. ഇതാണ് ഫസ്റ്റ് പാരഗ്രാഫിൽ തന്നിരിക്കുന്ന പോയിന്റ്സ്. വളരെ കുറച്ച് പോയിന്റ്സേ ഉള്ളൂ, മനസ്സിലാക്കി വെച്ചേക്കാവുന്നതേ ഉള്ളൂ. കവിയെക്കുറിച്ച് നമ്മൾ കുറച്ചൊന്ന് പഠിച്ചു വെച്ചാലേ പറ്റുള്ളൂ കേട്ടോ. അദ്ദേഹത്തിന്റെ 1-2 രചനകളൊക്കെ ഒന്ന് ഓർത്തു വെക്കാം, എന്നാലേ നമ്മുടെ ടിപ്പണിയിലൊക്കെ അത് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫിൽ. സെക്കൻഡ് പാരഗ്രാഫ് നോക്കാം. शिशिर ऋतु के बाद आई वसंत के लिए कवि एक कुड़िया बनाकर उनका स्वागत करता है. वसंत ऋतु के आगमन पर जिस प्रकार प्रकृति में हरियाली फैल जाती है, पेड़ पौधों में नए पत्ते और कलियों खिलने लगते हैं, उसी प्रकार कवि के जीवन में आशा की किरणों फैलाती हुई प्रेमिका आई है. അല്ലെ, ശിശിരകാലത്തിന് ശേഷം, അതായത് ഇല പൊഴിയുന്ന കാലത്തിന് ശേഷം എത്തിക്കഴിഞ്ഞിരിക്കുന്ന വസന്തകാലത്തിന് വേണ്ടി കവി, പ്രേമികയായിട്ടുള്ള വസന്തകാലത്തിന് വേണ്ടി കവി ഒരു കുടിൽ നിർമ്മിച്ചു നൽകാനാണ് ആഗ്രഹിക്കുന്നത്. കുടിൽ നിർമ്മിച്ചുകൊണ്ട് അവരെ സ്വാഗതം ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. വസന്ത ഋതുവിന്റെ ആഗമനത്തോടുകൂടി പ്രകൃതിയിൽ എങ്ങനെയാണോ പച്ചപ്പ് നിറയുന്നത്, പച്ചപ്പ് എന്താ പറയണേ, പരവതാനി വിരിച്ച് കിടക്കുന്നത്, അതേപോലെ, അല്ലെങ്കിൽ പേഡ് പൗധെ, പുതിയ പുതിയ എന്താ പറയണേ, പുല്ലുകൾ, നാമ്പുകൾ, ചെടികൾ, ഇതെല്ലാം മൊട്ടിട്ട് വരുന്നത്, അതിലെല്ലാം പുതിയ പുതിയ ഇലകൾ, തളിരിലകൾ വരുന്നത്, പുതിയ പുതിയ മൊട്ടുകൾ വരുന്നത്, ഇതെല്ലാം പ്രകൃതിയിൽ മധുഋതുവിന്റെ വസന്തകാലത്തിന്റെ ആ ഒരു ആഗമനത്തോടുകൂടി സംഭവിക്കുന്ന മാറ്റങ്ങളാണ്. അതേമാതിരി ഉസി പ്രകാർ കവി के जीवन में आशा की किरणों फैलाती हुई प्रेमिക आई है. അതേമാതിരി കവിയുടെ ജീവിതത്തിലും ആഗ്രഹങ്ങളിലെ കിരണങ്ങൾ നിറച്ചുകൊണ്ട് കവിയുടെ ജീവിതത്തിലേക്ക് മാറെത്തിക്കഴിഞ്ഞിരിക്കുകയാണ്, പ്രേമിക എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. വസന്ത കെ ആനെ പർ സൂഖെ തിൻകോं को പ്രകൃതി में कोई स्थान नहीं है. അല്ലെ, വസന്തകാലം വരുമ്പോൾ ആകെ പച്ചപ്പ് നിറഞ്ഞിരിക്കുന്ന ആ ഒരു പ്രകൃതിയിൽ പിന്നെ ഉണങ്ങിയ പുൽനാമ്പുകൾക്ക് സ്ഥാനമില്ല. പ്രേമഹീൻ लोगों को भी तिनकों के समान यहाँ से दूर जाना चाहिए. प्रेमहीन लोगों को भी, अदायद जीवन में निराश रहने वालों को भी इस संसार से या इस
വാതാവരൺ സെ ദൂർ ഭാഗന ചാഹിയെ. പ്രേമഹീന, പ്രേമിക്കാൻ അറിഞ്ഞുകൂടാത്ത അല്ലെങ്കിൽ പ്രേമിക്കാൻ അറിഞ്ഞുകൂടാത്ത അല്ലെങ്കിൽ പ്രേമിച്ചിട്ടില്ലാത്തവരും ഈ തിൻകെ, ഈ പുൽനാമ്പുകളെ പോലെ എവിടേക്ക് ഓടിപ്പോണമാണെന്നാണ് പറയുന്നത്? പതിച്ചടമയും, ശിശിരകാലത്തിലേക്ക് ഓടിപ്പോകണമെന്നാണ് കവി ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ ജീവിതത്തിൽ നിരാശരായി ജീവിക്കുന്നവരും ഇവിടെ നിന്ന് പോണം. ഒരു സൂഖെ തിൻകെ പോലെ, അതായത് പുണങ്ങിയ പുൽനാമ്പിനെ പോലെ ഇവിടെ നിന്ന് ഓടി ശിശിരകാലത്തിലേക്ക് അല്ലെങ്കിൽ ഉൾവനങ്ങളിലേക്ക്, ഇലപൊഴിയുന്ന ഭാഗത്തേക്ക് പോണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. रात के अंधकार को पार करके जिस प्रकार चंद्रमा की किरणों आती है, उसी प्रकार वसंत ऋतु में कवि के जीवन में सौंदर्य की लालिमा फैलाती हुई प्रेमिका आई है. रात के अंधकार को पार करके, രാത്രിയിലെ ആ ഒരു ഇരുട്ടിനെ ക്രോസ് ചെയ്തുകൊണ്ട്, മറികടന്നുകൊണ്ട്, എങ്ങനെയാണോ ചന്ദ്രകിരണങ്ങൾ എത്തിച്ചേരുന്നത് ഭൂമിയിലേക്ക് അല്ലെങ്കിൽ പ്രകൃതിയിലേക്ക് എത്തിച്ചേരുന്നത്, അതേമാതിരിയാണ് വസന്ത ഋതുവില് കവിയുടെ ജീവിതത്തിലും സൗന്ദര്യത്തിന്റെ ആ ഒരു ലാലിമ, ആ ഒരു ചുവപ്പ് നിറം വീശിക്കൊണ്ട്, പരത്തിക്കൊണ്ട്, ചുവപ്പ് നിറം ഫൈലാത്തെ ഹുയെ, ആകെ മൊത്തം ചുവപ്പ് നിറം പരത്തിക്കൊണ്ട് ആരെത്തിക്കഴിഞ്ഞിരിക്കുകയാണ്? പ്രേമിക വന്നെത്തിയിരിക്കുന്നത്. കവി के प्रेमानुभूतियों को जगाकर चांदनी आएगी और रात के कण कण में ओस की बूंदों की वर्षा करेगी. കവിയുടെ ആ ഒരു പ്രേമാനുഭൂതിയെ ഉണർത്തിക്കൊണ്ട് അവിടെ ആരെത്തുന്ന പറയുന്നത്? ചന്ദ്രകിരണങ്ങൾ എത്തുകയും ആ ഒരു സമയത്ത് രാത്രിയുടെ കൺകൺമോമേ, അതായത് ഓരോ കണങ്ങളിലും എന്ത് വർഷിക്കുമെന്നാണ് പറയുന്നത്? അന്തരീക്ഷം ഹിമകണങ്ങൾ, ഓസ്കി ബൂന്തേം, ഹിമകണങ്ങൾ, മഞ്ഞുതുള്ളികൾ വർഷിക്കുന്നു, മഴ പോലെ പെയ്യ്ക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വസന്ത് के इस मधुमय वातावरण में कवि अपना सब कुछ प्रेमिका को दे रहे हैं. വസന്തകാലത്തിലെ ഈ ഒരു വളരെ മധുമയമായിട്ടുള്ള, പ്രേമമയമായിട്ടുള്ള ഈ ഒരു വാതാവരണത്തിൽ കവി തന്റെ പ്രേമികയ്ക്ക് തന്റെ സബ് കുച്ച്, എല്ലാം തന്റെ ആർക്ക് നൽകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്? പ്രേമികാക്കോ ദേ രഹേ ഹൈ. और कह रहे हैं कि हम आपके पास भी अगर कुछ है तो उन्हें भी किसको देना चाहिए? പ്രേമിക को या उनको देना चाहिए എന്നാണ് കവി പറഞ്ഞിരിക്കുന്നത്. അവരുടെ ഈ ഒരു പ്രേമ മിലൻ, അതില് എല്ലാ അർത്ഥത്തിലും പൂർണ്ണമായുള്ള നമുക്കുള്ള സുന്ദരമായിട്ടുള്ളതും ആർക്ക് നൽകണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ആ ഒരു പ്രേമികൾക്ക് നൽകണമെന്നാണ് കവി ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഛായാവാദിക്ക് സബി വിശേഷതായെ മധുരധൂമിയും ദർശനീയ. അപ്പോൾ നമ്മളിപ്പോ സെക്കൻഡ് പാരഗ്രാഫ് പറഞ്ഞത് ഇത്രയാണ് പറഞ്ഞത്. ഇതിൽ വേണമെങ്കിൽ ആഡ് ചെയ്യാവുന്നതെന്ന് പറയുന്നത് ഇസ് വാതാവരണമേ, ഇങ്ങനെ പ്രേമമയമായിട്ടുള്ള വാതാവരണം, ആ ഒരു വാക്ക് സെന്റൻസ് പറഞ്ഞിട്ട് ഞാൻ അർത്ഥം പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്നല്ല, അതും കൂടെ ആഡ് ചെയ്താൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. സെക്കൻഡ് പാരഗ്രാഫിൽ इस प्रेममय वातावरण में कोई बाधा मत डालना चाहिए. कवि कह रहा है कि इस प्रेममय वातावरण में किसी को भी कोई बाधा मत डालना चाहिए. ഈ പ്രേമമയമായിട്ടുള്ള ഈ ഒരു വാതാവരണത്തിൽ, ഈ ഒരു ചുറ്റുപാടിൽ ആരും യാതൊരു തരത്തിലുള്ള തടസ്സവും വരുത്തരുത് എന്നാണ് കവി പറഞ്ഞിരിക്കുന്നത്. അടുത്ത തേർഡ് പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത് ഛായാവാദിക്ക് സഭി വിശേഷതായും മധുബ്രതുമയും നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു കവിതയിൽ എന്ന് പറയുന്നത് വസന്ത ഋതുവിനെ പ്രേമികയായി ചിത്രീകരിച്ചുകൊണ്ട് പ്രകൃതിയെ മാനവീകരണം ചെയ്തിരിക്കുകയാണ്. ഇത് എന്താ പറയുക, പ്രേമത്തിന്റെയും സൗന്ദര്യത്തിന്റെയും പ്രകൃതിയുടെയും ഗീതി ശൈലിയിൽ എഴുതപ്പെട്ടിട്ടുള്ള ഒരു കവിതയാണ് മധുരധു എന്ന് പറയുന്നത്. കോമൽ പദാവലിയും से युक्त गीति शैली में लिखी गई यह कविता ഛായാവാദി സാഹിത്യക്ക് അനുപമ ഉപലബ്ധി है. കോമൽ പദാവലിയോട് കൂടി ഗീതി ശൈലിയിൽ എഴുതി തിട്ടപ്പെടുത്തിയ ഈ ഒരു കവിത എന്ന് പറയുന്നത് ഛായാവാദി സാഹിത്യത്തിന് വളരെ ഒരു നല്ല ഉപലബ്ധി, അതായത് നല്ലൊരു നേട്ടമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഓക്കെ, ടിപ്പണി മനസ്സിലായല്ലോ? ഓക്കെ, ദെൻ നമുക്ക് അടുത്ത ഇതിലേക്ക് പോകാം. അടുത്തത് വേറൊന്നുമില്ല. ഇൻ ബിന്ദുവും പർ ധ്യാൻ ദേത്തെ ഹുയെ കവിത കാ ആലാപ് കരെ. കവിത നമ്മൾ എന്ത് ചെയ്യണം? കവിത നമ്മൾ വെറുതെ ഒന്ന് വായിക്കുന്നത് പോലെ വായിക്കരുത്. അങ്ങനെ വായിക്കുന്നതിൽ ഒരർത്ഥമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ എന്തൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് അതിനെ ചൊല്ലണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ പാടണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ആലപിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഭാവാനുകൂലം, അതിനൊരു ഭാവമുണ്ട്. ആ ഭാവം ഉൾക്കൊണ്ടുകൊണ്ട് ഉചിതമായിട്ടുള്ള താളലയത്തോടുകൂടി, അതുപോലെ തന്നെ ആ ഒരു ശബ്ദത്തിനെല്ലാം സ്ഫുടമായിട്ടുള്ള ഉച്ചാരണത്തോടു കൂടി ആ ഒരു കവിതയെ നിങ്ങൾ ആലാപനം ചെയ്യാനാണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സും ടിപ്പണി, ആശയവ്യക്ത, പിന്നെ അതുപോലെ തന്നെ വേർഡ്സ് റിലേറ്റഡ് ആയിട്ടുള്ള വേർഡ്സ് ഏതൊക്കെയാണ് കവിതയിൽ തന്നിട്ടുള്ളത് എല്ലാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്.
യൂസ്ഫുൾ ആകുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ടിപ്പണി ആവശ്യമുള്ളവരൊന്ന് എഴുതിയെടുക്കുക, ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇനി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതോടൊപ്പം എൻ്റെ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അതൊന്ന് ലൈക്ക് ചെയ്യുക, ഉപകാരപ്പെടുന്നവർക്ക് ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.